ഹരി ഓം. വിഷ്ണു സഹസ്രനാമ സ്തോത്രം, ശ്ലോകം 94. തേജോ വൃഷോദ്യുതിധര സർവശസ്ത്രഭൃതാം വര പ്രഗ്രഹോ നിഗ്രഹോ വ്യഗ്രോ നൈകശൃംഗോ ഗദാഗ്രജ. ഹരി ഓം. ഹരി ഓം. 757 നാമം. തേജോ വൃഷ, തേജസ്സിനെ വർഷിക്കുന്നവൻ. ആദിത്യരൂപനായിരിക്കുന്നതും ഭഗവാനാണ്. അങ്ങനെ ആദിത്യ രൂപത്തിൽ തേജസ്സുകളെ, പ്രകാശരശ്മികളെ വർഷിക്കുന്നു എന്നതിനാൽ തേജോ വൃഷ. ഇനി തേജസ്സിന് ജലമെന്നൊരർത്ഥമുണ്ട്. അപ്പോൾ ജലത്തെ വർഷിക്കുന്നവൻ, ഗ്രീഷ്മകാലത്തിൽ തൻ്റെ രശ്മികളെ കൊണ്ട് ഭൂമിയിലുള്ള ജലത്തെ വലിച്ചെടുത്ത് പിന്നീട് അതിനെ തന്നെ മഴയായി വർഷിക്കുന്നു എന്നതിനാലും തേജോ വൃഷ. 758 നാമം. ദ്യുതിധര, ശരീരകാന്തിയെ, ദ്യുതി എന്നാൽ പ്രകാശം, കാന്തി, ശരീരകാന്തിയെ ധരിക്കുന്നവൻ എന്ന അർത്ഥത്തിൽ ദ്യുതിധര. 759 നാമം. സർവശസ്ത്രഭൃതാം വരഹ. ശസ്ത്രഭൃത് എന്നാൽ ആയുധം ധരിക്കുന്നവൻ, ആയുധം ധരിക്കുന്നവർ. അപ്പോൾ വില്ലാളി വീരന്മാർ, ആയുധധാരികളായിട്ടുള്ള യോദ്ധാക്കൾ, ഇങ്ങനെയൊക്കെ അർത്ഥമുണ്ട്. ഈ ലോകത്തിൽ പ്രശസ്തരായ ഏതൊക്കെ ആയുധധാരികളുണ്ടോ, സർവശസ്ത്രഭൃതാം, അങ്ങനെയുള്ള എല്ലാ ആയുധധാരികളിലും വച്ച് വരഹ, ശ്രേഷ്ഠനായിട്ടുള്ളവൻ എന്നതിനാൽ സർവശസ്ത്രഭൃതാം വരഹ. 760 നാമം. പ്രഗ്രഹ, പ്രകർഷേണ, വളരെ സന്തോഷത്തോടെ ഗ്രഹിക്കുന്നു, സ്വീകരിക്കുന്നു എന്നാണ്. എന്താണ് ഭഗവാൻ സ്വീകരിക്കുന്നത്? ഭക്തന്മാർ ഹൃദയശുദ്ധിയോടെ, ഭക്തിയോടെ കാഴ്ചവെക്കുന്ന ഒരു ഇലയാവട്ടെ, പൂവാവട്ടെ, എന്തിനൊരു തുള്ളി ജലം, അതുപോലും സന്തോഷത്തോടെ സ്വീകരിക്കുന്നവനാണ് ഭഗവാൻ എന്നതിനാൽ പ്രഗ്രഹ. ഇത് ഭഗവാൻ ഗീതയിൽ പറഞ്ഞിട്ടുള്ളതാണ്. നിങ്ങൾ ഭക്തിയോടെ എനിക്ക് ഒരു ഇല സമർപ്പിച്ചാൽ പോലും, ഒരു പുഷ്പം സമർപ്പിച്ചാൽ പോലും ഞാനത് സന്തോഷത്തോടെ സ്വീകരിക്കും. അവിടെ ആ സമർപ്പിക്കുന്ന ആളിൻ്റെ ഭാവമാണ് പ്രധാനം. ഇനി മറ്റൊരർത്ഥം, പ്രഗ്രഹം എന്നതിന് കടിഞ്ഞാൺ എന്ന ഒരർത്ഥമുണ്ട്. അപ്പോൾ ഒട്ടും നിയന്ത്രണമില്ലാതെ അഴിച്ചുവിട്ട കുതിരയെ പോലെ ഓടുന്ന ആ ഇന്ദ്രിയങ്ങളാകുന്ന കുതിരയെ പിടിച്ചു കെട്ടാൻ ഭഗവാനാകുന്ന കടിഞ്ഞാണിനെ നമുക്ക് പ്രയോഗിക്കാം. അതിന് ഭഗവത് പ്രസാദമുണ്ടായാൽ മതി. അങ്ങനെ തൻ്റെ ഭക്തന്റെ ഇന്ദ്രിയങ്ങളെ നിഗ്രഹിക്കാൻ ഒരു കടിഞ്ഞാണായിട്ട് ഭഗവാൻ നമ്മുടെ കൂടെ നിൽക്കുന്നു. അങ്ങനെ പ്രഗ്രഹ. 761 നാമം. നിഗ്രഹ, നിഗ്രഹിക്കുക എന്നതിന് നിയന്ത്രിക്കുക എന്ന അർത്ഥമുണ്ട്. എല്ലാറ്റിനെയും, ഈ പ്രപഞ്ചത്തിലെ സർവ്വതിനെയും നിയന്ത്രിക്കുന്നവൻ എന്നതിനാൽ നിഗ്രഹ. 762 നാമം. വ്യഗ്രഹ, വിഗതമായ, ഇല്ലാതായ, അഗ്രത്തോട്, അന്തത്തോട് കൂടിയവൻ, അതായത് നാശമില്ലാത്തവൻ എന്ന അർത്ഥം. ഇനി അർത്ഥം പറയുന്നുണ്ട്. തൻ്റെ ഭക്തന്മാർക്ക് അവർ ചോദിച്ചില്ലെങ്കിൽ പോലും അവരുടെ ആഗ്രഹങ്ങളെ കണ്ടറിഞ്ഞ് കൊടുക്കുവാൻ വ്യഗ്രതയോടെ നിൽക്കുന്നവൻ എന്ന അർത്ഥത്തിൽ വ്യഗ്രഹ. ഭാഗവതത്തിൽ ഒക്കെ ഒരുപാട് കഥകൾ അങ്ങനെയുണ്ട്. ഭഗവാൻ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടിട്ട് പോലും തനിക്കൊന്നും വേണ്ട എന്ന് പറയുന്ന ഭക്തരോട് എൻ്റെ സന്തോഷത്തിന് സ്വീകരിക്കണം എന്ന് പറഞ്ഞ് അവർക്ക് ആവോളം ധനത്തെയും രാജ്യസുഖഭോഗങ്ങളെയും ഒക്കെ കൊടുക്കുന്നവൻ. അങ്ങനെ അതിൽ വ്യഗ്രത കൊണ്ട് തൻ്റെ ഭക്തന്മാർക്ക് എന്തും കൊടുക്കാൻ തയ്യാറായി നിൽക്കുന്നവൻ എന്ന അർത്ഥത്തിൽ വ്യഗ്രഹ. 763 നൈകശൃംഗ. ഏകശൃംഗ, ഒരു കൊമ്പ് അല്ലാത്തവൻ, ഏകശൃംഗനല്ലാത്തവൻ. ഇതൊരു ശ്രുതിവാക്യത്തെ അടിസ്ഥാനമാക്കിയാണ് പറയുന്നത്. ഈ ഒരു നാമം ഭഗവാന്, അതായത് ആ പരമാത്മ സ്വരൂപത്തിന്, വൃഷഭരൂപിയായ പരമാത്മാവിന് 4 ശൃംഗങ്ങൾ ഉണ്ട് എന്നാണ്, 4 കൊമ്പുകളുണ്ട്. അങ്ങനെ ഒരു ശ്രുതിവാക്യമുണ്ട്. ചത്വാവാരി ശൃംഗ, 4 കൊമ്പുകൾ. ത്രയ അസ്യ പാദ, 3 പാദങ്ങൾ. ദ്വേ ശീർഷേ, 2 ശിരസ്. സപ്തഹസ്ത, 7 കൈകൾ. ഇങ്ങനെയൊക്കെയാണ് പറയുന്നത്. ഈ ഒരു ശ്രുതിവാക്യത്തെ അധികരിച്ച് പറയുകയാണെങ്കിൽ ഭഗവാന് ആ വൃഷഭരൂപത്തിൽ 4 കൊമ്പുകളുണ്ട്. 764 നാമം. ഗദാഗ്രജ. ഇവിടെ ഗതം എന്ന വാക്കിന്
നിഗതം എന്നതിൻ്റെ നീ എന്ന അക്ഷരം ലോപിച്ചതാണ്. അപ്പോൾ നിഗതം, നിഗതം എന്നാൽ മന്ത്രം. മന്ത്ര ഉപാസന ചെയ്യുന്ന ആ ഒരു നിഷ്ഠയോടുകൂടെ ഉപാസന ചെയ്യുന്ന ഭക്തന്റെ അഗ്രേ, അഗ്രേ എന്നാൽ മുൻപിൽ, ഭഗവാൻ ജഹ ജനിക്കുന്നു, പ്രത്യക്ഷനാകുന്നു എന്നതിനാൽ ഗദാഗ്രജ. അപ്പോൾ നിഷ്ഠയോടുകൂടെ ഗുരുവിൽ നിന്ന് ഉപദേശത്തിലൂടെ കിട്ടുന്ന മന്ത്ര ഉപാസന ചെയ്താൽ ആ ഭഗവാൻ പ്രത്യക്ഷനാകുമെന്ന് അർത്ഥം. അതാണ് ഗദാഗ്രജ. ഹരിയും.